നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ട് ഇടവമാസം 29 അതായത് 12/6/2025 ശകവർഷപ്രകാരം 1947 ജ്യേഷ്ഠമാസം 22 ഉത്തരായന കാലം ഗ്രീഷ്മ ഋതുവിൽ വ്യാഴാഴ്ചയും മൂലം നക്ഷത്രവും കൃഷ്ണവർഷ പ്രഥമ തിഥിയെയും വരുന്ന ദിവസം പന്നിക്കരണത്തിൽ ശുഭ നിത്യയോഗത്തിൽ സൂര്യാസ്തമനം വരുന്നത് 5:46 AM സൂര്യ അസ്തമനം വരുന്നത് 6:31 PM രാഹുകാലം 1:44 PM മുതൽ 3:20 PM വരെയും ഗുളികകാലം 8:57 AM മുതൽ 10:33 AM വരെയും യമകണ്ഠകാലം 5:45 PM മുതൽ 7:21 PM വരെയുമാണ്. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 11:44 AM മുതൽ 12:06 PM വരെയും 12:10 PM മുതൽ 12:32 PM വരെയും തുടരുന്നു. ചന്ദ്രാഷ്ടമം വരുന്നത് ഇടവം കുറുകാർക്കാണ്. ഇനി നമുക്ക് ഗ്രഹനില പരിശോധിക്കുമ്പോൾ ഉദയവും അതുപോലെ തന്നെ സൂര്യനും ഇടവൻ രാശിയിലും ചന്ദ്രൻ ധനുരാശിയിലും ചൊവ്വയും കേതുവും ചിങ്ങൻ രാശിയിലും ബുധനും വ്യാഴവും മിഥുനൻ രാശിയിലും ശുക്രൻ മേടൻ രാശിയിലും ശനി മീനത്തിലും സർപ്പി കുംഭത്തിലുമായിട്ട് ഗ്രഹങ്ങൾ അവരുടെ യാത്ര തുടരുന്നു. ഗുളികോദയം വരുന്നതാവട്ടെ കർക്കിടകം രാശിയിലാണ്. ഈ ഗ്രഹസ്ഥിതി പ്രകാരം 27 നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഗുണഫലങ്ങളാണ് ഉണ്ടാവുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വ്യാഴാഴ്ച ആയതുകൊണ്ട് ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രാർത്ഥനകൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും ഈശ്വരചിന്ത ഉണ്ടാകുന്നതും വിഷ്ണു പ്രീതികരമായ പ്രാർത്ഥനകൾ ചെയ്യുന്നതും വിഷ്ണു ഭഗവാനെ സ്തുതിക്കുന്നതുമെല്ലാം വളരെ വളരെ ഗുണഫലങ്ങൾ നൽകുന്നതാണ്. മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗ്രഹത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതി മെച്ചമായിരിക്കും. പണമിടപാട് രംഗത്ത് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. കുടുംബ സ്വത്തിൻ്റെ കാര്യത്തിൽ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും. അത് അനുകൂലമാകുവാൻ സാധ്യത കൂടുതലാണ്. ആത്മസുഹൃത്തുക്കളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ വേഗത്തിൽ ലഭിക്കും. പുതിയ വാഹനം വാങ്ങുന്നതിന് അവസരം വന്നു ചേരും. പൊതുജനങ്ങളുമായി അഭിപ്രായ ഐക്യം ഉണ്ടാവും. സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. കടബാധ്യതകൾ കുറയുന്ന സമയമാണ്. വിവാഹാലോചനകൾക്ക് തടസ്സം നേരിടും. അപകട ദുരിതങ്ങളിൽ നിന്ന് ഈശ്വരാധീനത്താൽ രക്ഷപ്പെടും. വിദേശയാത്രാ പരിശ്രമങ്ങൾ ധനനഷ്ടത്തിന് അല്പം ഇടയാക്കും. തൊഴിൽ രംഗത്ത് അപവാദങ്ങൾ കേൾക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പണച്ചിലവ് വർദ്ധിക്കുന്ന ദിവസമായതിനാൽ ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിന് രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഗണപതി ഭഗവാനെയും കുടുംബ പരദേവതയെയും മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ജീവനക്കാർക്ക് പ്രൊമോഷനും സ്ഥലം മാറ്റവും ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. രാഷ്ട്രീയ രംഗത്ത് പൊതുജന പിന്തുണ വർദ്ധിക്കും. ആരോഗ്യസ്ഥിതി മെച്ചമായിരിക്കും. സാമ്പത്തിക സ്ഥിതിയും അല്പം ഗുണത്തിൽ തന്നെയായിരിക്കും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വർദ്ധിക്കും. പണമിടപാട് രംഗത്ത് ധനനഷ്ടം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിനോദയാത്രയ്ക്കും വിദേശയാത്രയ്ക്കുമൊക്കെയുള്ള അവസരങ്ങൾ വന്നു ചേരും. ബന്ധുജന ഗുണം പ്രതീക്ഷിക്കാം. വാഹന സംബന്ധമായ പണച്ചെലവുകൾ വർദ്ധിക്കും.
സന്താനങ്ങൾ മൂലം അല്പം മനസ്വസ്ഥത വന്നു ചേരുന്ന സമയമാണ്. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം ഉണ്ടാകുമെങ്കിലും കാര്യതടസ്സം വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിവാഹാലോചനകൾ തീരുമാനത്തിൽ എത്തുന്ന സമയമാണ്. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ അനുകൂല ഭാവത്തിലാവും. പൊതുജനങ്ങളിൽ നിന്നും അനുകൂല അഭിപ്രായങ്ങൾ ഉണ്ടാകും. പൊതുവെ അനുകൂലമായൊരു ദിവസമായതിനാൽ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും രാശിനാഥയായ മഹാലക്ഷ്മിയെ സ്തുതിക്കുന്നതും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടുപോയ സാധനങ്ങൾ തിരികെ ലഭിക്കുന്നതിനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. യുവതീ യുവാക്കൾ പ്രേമബന്ധത്തിലകപ്പെട്ട് കൂടുതൽ സന്തോഷവും സമാധാനവും അവരുടെ ഇടയിൽ നിലനിന്ന് കിട്ടുന്നത് കാണാം. വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവ് ലഭിക്കുവാൻ സാധ്യത കാണുന്നു. സർക്കാർ ജീവനക്കാർക്ക് ഗവേഷണങ്ങൾ ചെയ്യുവാനുള്ള അവസരം വന്നു ചേരും. രാഷ്ട്രീയ രംഗത്ത് പൊതുജന പിന്തുണ വർദ്ധിക്കും. ശാരീരികമായ അലട്ടലുകൾ ഇടയ്ക്കിടെ വന്നുകൊണ്ടിരിക്കും. സാമ്പത്തിക സ്ഥിതി പൊതുവെ മെച്ചപ്പെടും. ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ വേഗത്തിൽ ലഭിക്കും. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. വാഹന സംബന്ധമായ ദുരിതങ്ങൾ കുറയും. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിനുള്ള അവസരം വന്നു ചേരും. മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള സമയവും അടുത്തു വരുന്നതാണ്. രോഗദുരിതങ്ങൾക്ക് ശമനം കണ്ടു തുടങ്ങും. അനുകൂലമായ ദിവസമായതിനാൽ രാശിനാഥനായ ശ്രീകൃഷ്ണസ്വാമിയും ശ്രീരാമസ്വാമിയും പ്രാർത്ഥിക്കുന്നതോടൊപ്പം വിഷ്ണു ഭഗവാനെ കൂടി പ്രാർത്ഥിക്കുന്നത് നന്മകൾ പ്രദാനം ചെയ്യും. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം വർദ്ധിക്കുന്ന സമയമാണ്. വിവാഹാലോചനകൾക്ക് അല്പം കാലതാമസം വന്നേക്കാം. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വിജയിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. പൊതുരംഗത്ത് പ്രവർത്തിക്കുവാൻ അവസരം വന്നു ചേരും. യാത്രാവേളകളിൽ ധനനഷ്ടം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപകട ദുരിതങ്ങളിൽ നിന്ന് ഈശ്വരാധീനത്തിൽ രക്ഷപ്പെടും. വിദേശയാത്രകളിൽ കൂടി സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരും. തൊഴിൽ രംഗത്തുണ്ടായിരുന്ന തടസ്സങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും. ബിസിനസ്സിൽ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. പണച്ചിലവുകൾ വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. പുതിയ പഠന സമ്പ്രദായം അവരിൽ താൽപ്പര്യം ജനിപ്പിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ ലഭിക്കുവാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നതാണ്. സർക്കാർ ജീവനക്കാർക്ക് പ്രമോഷനും സ്ഥലം മാറ്റവും ലഭിക്കും. രാഷ്ട്രീയ രംഗത്ത് പൊതുജന പിന്തുണ വർദ്ധിക്കും. രാശിനാഥയായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാവിഷ്ണുവിനോടൊക്കെ പ്രാർത്ഥിക്കുന്നതും വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിവാഹാലോചനകൾ നടന്നു കിട്ടും. വിദേശയാത്രാ പരിശ്രമങ്ങൾ സഫലീകരിക്കും. നല്ല പഠന സാഹചര്യങ്ങൾ തെളിഞ്ഞു വരും. തൊഴിൽ രംഗത്ത് മികവ് പ്രകടിപ്പിക്കുവാനാവും. വലിയ ആഗ്രഹങ്ങൾ സാധിച്ച് കിട്ടും. തൊഴിലധിഷ്ഠിതമായ കോഴ്സുകളിൽ ചേരും. പ്രതീക്ഷിക്കാത്ത ആനുകൂല്യങ്ങൾ വരെ ലഭിച്ചെന്നിരിക്കും. കുടുംബാംഗങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകും. ശാരീരിക വിഷമതകൾ മാറും. ഭാവി കാര്യങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകും. ബന്ധുമിത്രാദികളിൽ നിന്നും ഗുണം പ്രതീക്ഷിക്കാം. തുടർ പഠനത്തിന് പ്രവേശനം ലഭിക്കും. രാശിനാഥനായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം കുടുംബ പരദേവതയെയും മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കുന്നത് എല്ലാ ഗുണങ്ങളും അനുഭവത്തിൽ വന്നു ചേരുന്നതിന് സഹായകമാകും. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ എല്ലാ കാര്യങ്ങളും അനുകൂലമായി തീരും. ജോലിസ്ഥലത്ത് നേതൃസ്ഥാനം വഹിക്കേണ്ടതായി വരും. പുതിയ വീട്ടുപകരണങ്ങൾ വാങ്ങും. ആരോഗ്യം മെച്ചപ്പെടും. വീട് മോടി പിടിപ്പിക്കുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. തൊഴിൽ സ്ഥലത്ത് അംഗീകാരം വർദ്ധിക്കും. പതിവിലധികം യാത്രകൾ ആവശ്യമായി വന്നേക്കാം. നല്ല സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടാവും. ഉല്ലാസ യാത്രകൾ നടത്തും.
പ്രിയജനങ്ങളുമായി ഉണ്ടായിരുന്ന അകൽച്ച ഇല്ലാതാവും. സാമ്പത്തിക പ്രയാസങ്ങൾ മാറിക്കിട്ടും. ഉപരിപഠനത്തിനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരും. രാശിനാഥയായ മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം വിഷ്ണു ഭഗവാനെ കൂടി പ്രാർത്ഥിക്കുന്നത് എല്ലാ നന്മകളും അനുഭവത്തിൽ വരുന്നതിന് സഹായകമാകും. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുജനരംഗത്ത് സജീവമാകുന്നതിനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. പ്രതീക്ഷകൾ പലതും പൂവണിയും. ബിസിനസ്സുകാർക്ക് പുതിയ ഇടപാടുകാരെ ലഭിക്കും. നിർത്തിവെച്ച നിർമ്മാണ കാര്യങ്ങൾ തുടരാനാവും. വീട് പുതുക്കിപ്പണിയുന്നതിനുള്ള ആശയം ഉദിക്കും. ആരോഗ്യകാര്യങ്ങളിലുള്ള ആശങ്കകൾ ഒഴിയും. കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ധീരമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതായി വരും. തൊഴിൽ സാമർഥ്യം വർദ്ധിക്കും. പുതിയ കൂട്ടുകെട്ടുകളിലൂടെ ഗുണമുണ്ടാവും. പങ്കാളിയുമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. പ്രതീക്ഷിച്ച ധനാഗമ മാർഗങ്ങൾ വന്നു ചേരും. രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാവിഷ്ണുവിനെ കൂടി പ്രാർത്ഥിക്കുന്നത് ശുഭഫലങ്ങൾ നൽകുന്നതാണ്. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിച്ച ധനാഗമ മാർഗങ്ങൾ പല വഴിയിലൂടെ വന്നു ചേരും. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും. വിദേശയാത്രയ്ക്കുള്ള തടസ്സങ്ങൾ മാറും. എതിർപ്പുകളെ അനുകൂലമാക്കി എടുക്കുവാൻ നന്നേ പാടുപെടേണ്ടതായി വരും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയത്തിനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നതാണ്. ജോലി മാറ്റത്തിന് ശ്രമിക്കാൻ പറ്റുന്ന സമയമാണ്. മനസ്സമാധാനം അല്പം കുറയുന്ന ദിവസമാണ്. പുതിയ അറിവുകൾ നേടും. ജോലി സ്ഥിരതയ്ക്കായി കാത്തിരിക്കേണ്ടതായി വരും. വീട്ടുകാരുടെ പ്രീതി കൈപ്പറ്റും. ഭാവി കാര്യങ്ങളിൽ വ്യക്തത ലഭിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ദിവസമാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ജീവിതത്തിൽ നല്ല വഴിത്തിരിവുകൾ വന്നു ചേരും. ജീവിത പങ്കാളിക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുവാൻ നന്നായി പരിശ്രമിക്കും. എല്ലാവിധ സൗഭാഗ്യങ്ങളും സമയബന്ധിതമായി അനുഭവിക്കുവാൻ രാശിനാഥയായ ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നത് ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. അതോടൊപ്പം വിഷ്ണു ഭഗവാനെ കൂടി പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മപരമായ തടസ്സങ്ങൾ മാറിക്കിട്ടും. സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പ്രതീക്ഷകൾ പൂവണിയുന്ന ദിവസമാണ്. കർമ്മരംഗത്തുള്ള പുതിയ മാറ്റങ്ങൾ ഗുണം ചെയ്യും. ആരോഗ്യസ്ഥിതി അല്പം മെച്ചപ്പെടും. വീട്ടുകാരിൽ നിന്നും പലതരത്തിലുള്ള അംഗീകാരങ്ങളും ലഭിക്കും. എല്ലാവരുമായി നല്ല ഐക്യത്തിൽ പെരുമാറുവാൻ സാധിക്കും. വിശിഷ്ട സ്ഥലങ്ങൾ സന്ദർശിക്കും. പാരമ്പര്യ സ്വത്ത് കൈവശം വന്നു ചേരും. കാര്യതടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും മാറും. ഇഷ്ടകാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. ചില സ്ഥാനങ്ങൾ ലഭിക്കും. അതോടൊപ്പം അസൂയയും വർദ്ധിക്കുന്നതാണ്. സ്ഥാനമാനങ്ങൾ വർദ്ധിക്കുന്നതോടൊപ്പം അസൂയയും വർദ്ധിക്കും. ദൃഷ്ടിദോഷം വരാതിരിക്കുവാൻ നാളികേരം മുടയ്ക്കുന്നത് നന്നായിരിക്കും. അകന്നുപോയവർ അടുപ്പം കാണിക്കും. ഇഷ്ടവിഷയങ്ങൾ പഠിക്കാൻ കഴിയും. രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ കുടുംബ പരിദേവതയോട് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി പര്യവസാനിക്കുന്നതാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുരംഗത്ത് സജീവമാകും. പ്രതീക്ഷകൾ പലതും സാഫല്യമാകുന്ന ദിവസമാണ്. സാമ്പത്തിക രംഗത്ത് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുവാൻ ശ്രമിക്കും. ആർഭാടങ്ങൾ നിയന്ത്രിക്കും. എല്ലാ രംഗത്തും പരീക്ഷണങ്ങളെ അതിജീവിക്കേണ്ടതായി വരും. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുമെങ്കിലും ഉദ്ദേശിച്ച ഫലം ലഭിക്കണമെന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. വെല്ലുവിളികളെ നിഷ്പ്രയാസം മറികടക്കും. ജോലിയിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകും. വിദേശത്തുള്ളവരിൽ നിന്നും അനുകൂല വാർത്തകൾ ലഭിക്കും. സുഹൃത്ത് ബന്ധങ്ങൾ പ്രയോജനപ്പെടുത്തും. രാശിനാഥനായ വിഷ്ണുമായ സ്വാമി, ചത്തൻ സ്വാമി, അയ്യപ്പസ്വാമി, ആഞ്ജനേയ സ്വാമി ഇവരെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാവിഷ്ണുവിനെ കൂടി പ്രാർത്ഥിക്കുന്നത് ഗുണഫലങ്ങൾ
അനുകൂലത്തിലാവുന്നതിന് സഹായകമാവും. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലി സ്ഥിരത ലഭിക്കും. വീട്ടുകാരിൽ നിന്നും പലതരത്തിലുള്ള അംഗീകാരം ലഭിക്കുന്നതാണ്. കുടുംബ ഐക്യം നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. പാരമ്പര്യ സ്വത്ത് കൈവശം വന്നു ചേരും. കാര്യതടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒരു പരിധിവരെ മാറിക്കിട്ടും. ഇഷ്ടകാര്യങ്ങൾ നേടിയെടുക്കും. ചില സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കും. വിനോദയാത്രകൾ ഗുണഫലം ചെയ്യുന്നതാണ്. വിവാഹ കാര്യങ്ങളിലും തീരുമാനമുണ്ടാകും. തൊഴിൽ മാറ്റം സാധ്യമാവും. പ്രശംസാർഹമായ കാര്യങ്ങൾ ചെയ്ത് പൊതുജന പിന്തുണ വർദ്ധിപ്പിക്കും. പുതിയ കൂട്ടുകെട്ടുകൾ ഉടലെടുക്കും. രാശിനാഥനായ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത്, ധർമ്മശാസ്താവിന് നീരാഞ്ജനം തെളിക്കുന്നത്, വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതൊക്കെ സദ്ഗുണങ്ങൾ നൽകുന്നതാണ്. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിലധിഷ്ഠിതമായ കോഴ്സുകളിൽ ചേരും. പ്രതീക്ഷിക്കാത്ത ആനുകൂല്യങ്ങളും അവസരങ്ങളും ലഭിക്കുകയും അത് കൂടുതൽ കർമ്മനിരതനാവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. കുടുംബാംഗങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് നന്നേ അധ്വാനിക്കും. ശാരീരിക വിഷമതകൾ മറികടന്നുകൊണ്ട് അധ്വാനിക്കുന്നത് മൂലം അസുഖങ്ങൾ വരുവാനുള്ള സാധ്യത അല്പം കൂടുതലാണ്. ബന്ധുമിത്രാദികളിൽ നിന്ന് ഗുണമുണ്ടാകും. തുടർ പഠനത്തിനായി പരിശ്രമിച്ചു കൊണ്ടിരിക്കും. വിശിഷ്ട സദസ്സുകളിൽ പങ്കാളിയാവും. മക്കളുടെ ഭാവി കാര്യങ്ങളിൽ തീരുമാനമെടുക്കും. തൊഴിൽപരമായ പ്രയാസങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും. പൊതുവെ എല്ലാ കാര്യങ്ങളും അനുകൂലമായി തീരും. ജോലിസ്ഥലത്ത് നേതൃസ്ഥാനം വഹിക്കേണ്ടതായി വരും. പുതിയ വീട്ടുപകരണങ്ങൾ വാങ്ങും. ആരോഗ്യസ്ഥിതി അല്പസ്വല്പം മെച്ചപ്പെടുന്നതാണ്. എല്ലാ നന്മകളും സമയബന്ധിതമായി അനുഭവിക്കുവാൻ രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം കുടുംബ പരദേവതയ്ക്ക് കൂടി ദീപം തെളിച്ച് പ്രാർത്ഥനകൾ ചെയ്യുമ്പോഴും ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോഴും ദേവപ്രീതികരമായ പൂജകളും പ്രാർത്ഥനകളും ജപവും യോഗയും ഒക്കെ തുടരുമ്പോൾ എല്ലാം ശുഭമായി പര്യവസാനിക്കുന്നതാണ്. വ്യാഴാഴ്ച ആയതുകൊണ്ട്, അതും കൃഷ്ണപക്ഷത്തിലെ പ്രഥമയായതുകൊണ്ട് എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.